29-ാം അധ്യായം നാം ഇവിടെ പാടി. അതിനകത്തുനിന്നൊരു ചെറിയ ചിന്തയാണ് പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒരു നിമിഷം കരങ്ങളെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. തികച്ചും വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുവാൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ, വ്യത്യസ്തമായ ഒരാത്മീക നിലവാരത്തിൽ നാം ഇതുവരെ അനുഭവിക്കാത്ത ഒരാത്മീക സന്തോഷം ഇവിടെ അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ ഇവിടെ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ചേർന്ന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പോരാ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് ചില ചിന്തകൾ ദൈവവചനത്തിൽ നൽകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രത്യേകിച്ച് ഇന്നിവിടെ ചിന്തിക്കുന്ന തിരുവെഴുത്ത് നമ്മുടെ യൗവനക്കാരികളെ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മാസത്തിൽ ഒരിക്കൽ ഒരു യൂത്ത് സൺഡേ കുഞ്ഞുങ്ങളെ കൂടി ഉൾപ്പെടുത്തി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആ ആത്മീയമായ ദൈവവചന ചിന്തകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ദൈവവചനങ്ങൾ അർപ്പിക്കുന്നത്. ഇന്ന് പകലപ്രകാരം ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ ദൈവനാമകത്വത്തിനായിട്ട് ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവെഴുത്ത് വായിച്ചാട്ടെ. മതി. എൻ്റെ വേർ വെള്ളത്തോളം പടർന്ന് ചെല്ലുന്നു, എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപ്പാർക്കുന്നു. ഒരു ദൈവപ്രവർത്തിക്കായി സ്തോത്രം പറഞ്ഞാട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപ്പാർക്കുന്നു. എൻ്റെ വേര് വെള്ളത്തോളം പടർന്ന് ചെല്ലുന്നു. പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആഴമേറിയ വാക്കുകൾ, ഈ വചനങ്ങൾ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ പകൽ നമ്മുടെ യൗവനക്കാരോട്, കുഞ്ഞുങ്ങളോട്, അതുപോലെ പ്രായമുള്ളവരോടെല്ലാം ഒരുപോലെ ഒന്ന് ഇടപെടട്ടെ. ഒരുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. എൻ്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. ആ ഭാഗത്തൂടാണ് ഒരാത്മീക ചിന്ത ഇന്ന് നൽകി തരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. എൻ്റെ വേർ അത് വെള്ളത്തോളം പടർന്നു ചെല്ലുകയാണ്. അത് ആ വൃക്ഷത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. വെള്ളം എവിടെയുണ്ടോ അവിടേക്ക് വേര് പടർന്നു ചെല്ലുന്നു. ഈ വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, വേര് ഞാനും നിങ്ങളും ആകുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് പടർന്നിറങ്ങുവാനിടയായിത്തീരണം. ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ടിടയായിത്തീരണം. വെള്ളത്തിനരികെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് വാടിപ്പോകത്തില്ല. വെള്ളത്തിൻ്റെ നനവെവിടെയുണ്ടോ ഉഷ്ണമടിച്ചാലും അത് വാടത്തില്ല. എവിടെയുണ്ടോ അവിടേക്ക് ഇത് തപ്പിപ്പോകുവാനിടയായിത്തീരും. പ്രിയരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതാനുഭവത്തിലും വെള്ളത്തിനരികത്തേക്ക്, ആത്മീകമായ അനുഭവത്തിലേക്ക് ഇന്ന് പകൽ ആഴങ്ങളിലൊന്ന് തപ്പിപ്പോകുവാൻ ഇടയായിത്തീരണം. കൃപാവരങ്ങളിലേക്കൊന്ന് ഇറങ്ങുവാൻ ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയിലേക്ക് ഒന്ന് ഇറങ്ങുവാനായിട്ടിടയായിത്തീരണം. അതിനാഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. യെരമ്യാവ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന യെരമ്യാ പ്രവചനം 17-ാമത്തെ അധ്യായം
8 രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. യെരമ്യാവ് 17:8 6 മുതൽ എന്ന് വായിക്കാമോ? 6 മുതൽ. മരുഭൂമിയിൽ ചൂരച്ചെടി പോലെയാകും വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികിൽ വേരൂന്നി നിൽക്കുന്നതുമായ ആര്? ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതൽ. ഞാൻ ആ വചനം ചിന്തിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ, പച്ചയൊന്നുമില്ല, ഉണങ്ങിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ പ്രതീക്ഷയുടെ ഒരു വാക്ക് പറയുകയാണ്, എൻ്റെ വേര് വെള്ളത്തിനരികത്തേക്ക് പടർന്നു ചെല്ലും. യെരമ്യാവ് രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, എൻ്റെ വേര് വെള്ളത്തിനരികത്തേക്ക് പടർന്നു ചെന്നാൽ ഉഷ്ണം തട്ടിയാലും അത് വാടിപ്പോകത്തില്ല. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെയിലേറ്റാൽ തളർന്നു പോകത്തില്ല. ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലം വന്നാലും അത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ചിന്ത ഞാൻ വിരൽ ചൂണ്ടട്ടെ. വാടിയ അവസ്ഥ, ഉണങ്ങിയ അവസ്ഥ, ശോഷിച്ചു പോയ അവസ്ഥ, പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ, വെള്ളത്തിൻ്റെ മണമേൽക്കുമ്പോൾ, അത് വേരുകൾ വെള്ളത്തിനരികത്തേക്ക് ചെന്നിട്ട് പച്ചയായ അനുഭവങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അനുഭവമാണ് യെരമ്യാവിടെ ഓർപ്പിക്കുന്നത്. ആ ഒരു അനുഭവം ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയ്യോബിന്റെ പുസ്തകം 29 അതിൻ്റെ 4-5 വാക്യങ്ങളിൽ പാടുവാനായിട്ടിടയായി തീർന്നത്, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടി വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ. അപ്പം ശ്രദ്ധിക്കുക, ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നേ? ശുഭകാലം അല്ല. മുൻപൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എവിടായിരുന്നു? എൻ്റെ മേശയ്ക്ക് ചുറ്റും ആയിരുന്നു. എൻ്റെ കൂട്ടാരോടായിരുന്നു. എൻ്റെ വീട്ടിനെ കൂട്ടാരോടായിരുന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തോട് സഖ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇലവാടെ തലമുറകൾ നഷ്ടപ്പെട്ടു, നന്മകൾ പോയി, ഒരുണങ്ങിയ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമോ? എന്നാൽ തൻ്റെ പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. ഇല്ല, പ്രതീക്ഷ അവിടെ തീർന്നിട്ടില്ല. ഇനിയും ഒരു പ്രതീക്ഷയുണ്ട്, ഇനിയും ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത്, എൻ്റെ വേരിന് കോട്ടം നീങ്ങിയിട്ടില്ല, എൻ്റെ വേരിന് ഉഷ്ണം തട്ടിയിട്ടില്ല, എൻ്റെ ഇലയ്ക്ക് വാട്ടം തട്ടിയിട്ടുള്ളൂ. എൻ്റെ മുകളിൽ കാണുന്ന പുറമെയുള്ള അനുഭവങ്ങളിലെ ഉഷ്ണവും അത് വാട്ടവുമൊക്കെ ഉള്ളൂ. പിന്നെയോ എൻ്റെ വേരിന് ഇളക്കം തട്ടിയിട്ടില്ല, വാട്ടം തട്ടിയിട്ടില്ല. ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് പകൽ ഞാൻ ഒരു ദൂതാത്മനിയോഗത്താൽ വിളിച്ചു പറയുകയാണ്, ദൈവമൈതലേ, പുറമെയുള്ള ഇലകൾക്ക് വാട്ടം വന്നിട്ടുള്ളൂ. പുറമെയുള്ള തണ്ടിനെ വാട്ടം വന്നിട്ടുള്ളൂ. ആകമേ നിന്റെ വേര് അതിപ്പോഴും പച്ചയായിട്ട് നിൽക്കുകയാണ്, പടർന്ന് ചെല്ലുന്ന അനുഭവങ്ങളിൽ നിൽക്കുകയാണ്. എൻ്റെ വേര് പടർന്ന് ചെല്ലുവാൻ ഒരിടമുണ്ട്. ആ വേര് പടർന്ന് ചെല്ലുമ്പോൾ അത് വെള്ളമുള്ളിടത്തേക്ക് പടർന്ന് ചെല്ലുവാനായിട്ടിടയായിത്തീരും. പടർന്ന് ചെല്ലുമ്പോൾ ഒരു പുതിയ നാമ്പിടുന്ന അനുഭവം എൻ്റെ കൂടാരത്തിലേക്ക് വരും. ഇപ്പോൾ എല്ലാവരും പരാതി പറഞ്ഞും പഴി പറഞ്ഞും അവസ്ഥകളെ കണ്ടിട്ട് ചുറ്റും പരിതപിച്ചു കൊണ്ടിരിക്കുകയാണ്, ചുറ്റും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഉണങ്ങിപ്പോയില്ലേ? കൊഴിഞ്ഞു പോയില്ലേ? ഇലകൾ വാടിപ്പോയില്ലേ? പക്ഷെ ഇരമ്യാവ് പറഞ്ഞതുപോലെ ഭക്തനിപ്പം പറയുകയാണ്, ശരിയാണ്, പക്ഷെ ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിലായതുകൊണ്ട് ഉഷ്ണം തട്ടിയിട്ടും ഞാൻ വാടാതിരിക്കുകയാണ്. എൻ്റെ വേരുകൾക്ക് കേട് വന്നിട്ടില്ല. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എവിടെയെങ്കിലും ജീവിതത്തിലൊരു വാട്ടം വന്നാൽ, എവിടെയെങ്കിലും ജീവിതത്തിലൊരു ശോചനീയത വന്നാൽ, എവിടെയെങ്കിലും ഒരു പോരായ്മ വന്നാൽ, ഇന്ന് പകൽ പുറമെയുള്ള അവസ്ഥകളെ കണ്ട് ഭാരപ്പെട്ടിരിക്കുകയല്ല. ഇന്ന് പകൽ ഒരു വേരുണ്ട്. ആ വേര് ആഴങ്ങളിലേക്ക് ഊന്നിയിട്ട് ഇന്ന് പകൽ ഇങ്ങനെ പറയണ, വെള്ളത്തിനരികത്തേക്ക് ഞാൻ പടരും, ഞാൻ പന്തലിക്കും, ഞാൻ പടർന്ന് എൻ്റെ വേരുകളെ അതെ പടർന്ന് പന്തലിച്ചുകൊണ്ട് ഞാൻ ഫലമിടൂ, ഞാൻ പൂവിടൂ, കായ്ക്കുവാൻ ഇടയാകും. ഇന്ന് പകൽ അങ്ങനെ പറയാൻ കഴിയുന്നവര് വിളിച്ചു പറയണ, പുറമെയുള്ള അനുഭവങ്ങളല്ല, മറിച്ച് എൻ്റെ വേര് ഇന്ന് പകൽ ആഴത്തിൽ പടരും. വാത്സല്യ കുഞ്ഞുങ്ങളെ, പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ വേരുകൾ പടരണം, നിങ്ങൾ പടരണം, അത് മതിലിന്മേലേക്ക് പകരണം. യോസേപ്പിനെ കുറിച്ച് പറയുന്നത് പോലെ യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമാണ്. അവന്റെ കൊമ്പുകള് അത് മതിലിന്റെ മേല് പടരുകയാണ്. ഞാൻ ആ ഭാഗങ്ങളിലേക്കോ പഴയ നിയമ ചിന്തകളിലേക്കോ വരുന്നില്ല. ഇന്ന് പകൽ സമയ പരിമിതികളുണ്ടല്ലോ. വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രതീക്ഷയുണ്ടാകണം. പുറമേ വാട്ടം വന്നാലും, പുറമേ പ്രയാസം വന്നാലും, പുറമേ ബുദ്ധിമുട്ട് വന്നാലും വിളിച്ചു പറയണം, ഇല്ല, എൻ്റെ ജീവിതത്തിന് അകത്ത് വാട്ടം തട്ടിയിട്ടില്ല. വേര് ഇപ്പോഴും വെള്ളത്തിനരികത്താണ്. അത് പടരൂ, പുതിയ ജീവൻ വരും. യൗവനക്കാർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഒരു പുതിയ ജീവൻ എന്നുണ്ടാകണം. കാരണം വേരിന് ഇളക്കം തട്ടിയിട്ടില്ല. In the name of Jesus. പിന്നെ എങ്ങനാ നെവരെ നിൽക്കുന്നത്? യെരമ്യാവ് തന്നെ ഉത്തരം തരുന്നത് ഇങ്ങനാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. യെരമ്യാവ് 12:2. മതി, 2 ചിന്ത അവിടുന്ന് പറഞ്ഞ് ഞാൻ പുതിയ നിയമ ചിന്തയിലേക്ക് വരാം. ഒന്ന്, നട്ടതാരാണ്? ദൈവമാണ് നട്ടത്. ഒരു സ്തോത്രം പറയാമോ? വെറുതെ ദൈവസഭയിൽ വന്നതല്ല, വഴിയെ പോയപ്പം ഓടിക്കേറിയതല്ല. ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് ദൈവ പൈതലായി തീർന്ന കർത്താവിനെ നട്ടു. അതുകൊണ്ട് 80-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, അതിന് തടമെടുത്തു, അതിൻ്റെ കല്ലുകളെയൊക്കെ പറിച്ച് പെറുക്കിക്കളഞ്ഞിട്ട് നീ അതിനെ നട്ടു, അതിന് തടമെടുത്തു. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ദൈവം നട്ടതുകൊണ്ട്, ദൈവം നട്ടുവെങ്കിൽ വേരൂന്നിയാൽ ഫലം കായ്ക്കും. അങ്ങനെയെങ്കിൽ ദൈവസഭയിൽ ദൈവമായി എന്നെയും നിങ്ങളെയും നട്ടത് കേവലം ഏതെങ്കിലും മനുഷ്യൻ്റെ വാക്കുകളല്ല. അമ്മാച്ചൻ പോയപ്പോൾ അമ്മാച്ചൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചതല്ല. അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ അമ്മാച്ചൻ പോകുമ്പോൾ അമ്മാച്ചൻ്റെ കൂടെ പോകൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാലുടനെ വിട്ടുപോകാൻ ഇടയായിത്തീരൂ. ഇന്നു എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്നറിയാമോ? ദൈവം നട്ടു. വേരാഴത്തിലൂന്നി. അതുകൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. എത്രയോ പ്രതിസന്ധി വന്നു, എത്രയോ പ്രതികൂലം വന്നു. വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുക, അകന്നു പോകുക, മാറിപ്പോകുക, എത്രയോ പ്രതിസന്ധി വന്നു. പക്ഷെ ഇന്നും നിൽക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ?
ദൈവം നട്ടത് കൊണ്ടാണ്. കരമുയർത്തി പറയാമോ, കർത്താവ് എന്നെ നട്ടത് കൊണ്ട് ഞാൻ നിൽക്കുന്നു. എൻ്റെ വേരുകൾ ആഴത്തിൽ ഊന്നിയത് കൊണ്ട് നിൽക്കുന്നു. എൻ്റെ വേരുകൾ ആഴത്തിൽ ഊന്നിയിരിക്കുന്നുണ്ട്. ഞാൻ വാടിപ്പോകത്തില്ല, ഞാൻ വാടിപ്പോകത്തില്ല. വെള്ളമുള്ളിടത്തേക്ക് എൻ്റെ വേരുകൾ ഇറങ്ങിയിട്ട്, വെള്ളമുള്ളിടത്തേക്ക് എൻ്റെ വേരുകൾ പോയിട്ട് ഞാൻ തഴച്ചു വരുവാനിടയായിത്തീരും. പ്രതീക്ഷയുടെ നാമ്പ കിളിർക്കട്ടെ. 80-ാം സങ്കീർത്തനത്തിലും 8 മുതൽ 12 വരെ അതാ വായിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ അടുത്ത ചിന്തയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ ഇന്ന് പകൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ വളരുന്നവരാകണം. ചേർന്നൊന്ന് പറയാമോ? വളരുന്നവരാകണം. പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും ക്രിസ്തുവിൽ വേരൂന്നവനൊരു പ്രതീക്ഷയുണ്ട്. ക്രിസ്തുവിൽ വേരൂന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ കൂടെ കൂടെ പറയുന്ന ഒരു ഭാഗമാണ് ശൗമേൽ പ്രവാചകന്റെ കാര്യം. ശൗമേൽ പ്രവാചകനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, 2:26 ശൗമേലോ വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. പുറമെയുള്ള സാഹചര്യം പരിമിതമാണെങ്കിലും, പുറമെയുള്ള സാഹചര്യങ്ങൾ അത് സന്തോഷകരമല്ലെങ്കിലും, അകത്ത് വേരുള്ളവൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളരണം. ഒരു സ്തോത്രം പറയാമോ? വളരുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി. ദൈവത്തിനും പ്രീതി വേണം, മനുഷ്യർക്കും പ്രീതി വേണം. വാത്സല്യ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളുടെ മുൻപാകെ, ദേശത്തിൻ്റെ മുൻപാകെ, ചാർച്ചക്കാരുടെ മുൻപാകെ, സഭയുടെ മുൻപാകെ നിങ്ങൾ വളരുമ്പോൾ ഒന്ന് ദൈവത്തിന് പ്രീതിയുള്ളവരായി വളരണം. ദൈവത്തിൻ്റെ ഇഷ്ടമക്കളായി വളരണം. മാതാപിതാക്കളുടെ, പ്രിയപ്പെട്ടവരുടെ, സഭാംഗങ്ങളുടെ ഇഷ്ടമക്കളായി വളരണം. വളരും തോറും, വളർച്ച കൂടും തോറും, നമ്മൾ പറയാറില്ലേ, വളരും തോറും ഇച്ചിരി മോശക്കാരായിട്ടാ വരുന്നതെന്ന്. അല്ല, വളരും തോറും. ഇന്നത്തെ രാവിലത്തെ പ്രധാന വാർത്ത എന്താണെന്നറിയാമോ? 8 പേരെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. നിങ്ങളും വായിച്ചു കാണും. ഡോക്ടറുണ്ട്, വക്കീലുണ്ട്, പല പ്രിയപ്പെട്ടവരുണ്ട്. സമൂഹത്തിൽ ഉന്നത നിലകളിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ, യൗവനക്കാർ. എന്തിനാണെന്നറിയാമോ? ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിമിത്തമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിങ്ങോ എന്തോ സംബന്ധമായിട്ട്. ഞാനിങ്ങനെ പറയട്ടെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളെ നാളെ ഒരിക്കൽ കാണേണ്ടത്, കാലങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിങ്ങളെ നാളെ ഒരിക്കൽ കാണേണ്ടത് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർന്ന് പന്തലിച്ച് ഫലം കായ്ക്കുന്നവരായിട്ടാണ് നിൽക്കേണ്ടത്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ തലമുറകൾ കർത്താവിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പാടട്ടെ. നമ്മുടെ തലമുറകൾ അനേക രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യട്ടെ. നമ്മുടെ തലമുറകൾ ഉയരട്ടെ. നമ്മുടെ തലമുറകൾ വളരട്ടെ. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരട്ടെ. ഇതാഗ്രഹിക്കുന്ന എത്ര പിതാക്കന്മാരുണ്ട്? നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ, എന്ത് പ്രാർത്ഥിക്കുന്നോ, അത് സംഭവിക്കും. എൻ്റെ തലമുറ വളരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? വളർച്ചയുടെ 2ാം ഘട്ടം ഞാൻ പറയാം. ശൗമേൽ പ്രവാചകനെ കുറിച്ച് തന്നെ പറയാൻ 2-ാം അധ്യായം 1 ശമൂവേൽ 2:21 പറയുന്നത് ഇങ്ങനാണ്: ശൗമേലോ ദൈവത്തിൻ്റെ സന്നിധിയിൽ, എല്ലാവരും ഒന്ന് പറയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നു. അപ്പോൾ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവൻ. അടുത്തത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ. പേരൻസേ, മാതാപിതാക്കളെ, ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പറയാമോ? എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ വളരണം.
മറ്റെങ്ങും അവർ വളരണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരണം. കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ മുതിർന്നു വരണം. കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഉയർന്നു വരണം. അതാഗ്രഹിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ കരമുയർത്തിയെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വളരണം. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രയോജനമുള്ളവരായി വളർന്നു വരണം. അത് നിങ്ങൾ ആഗ്രഹിച്ച് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അവർ വേദികളിൽ ഉപയോഗിക്കപ്പെടും, അവർ രാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടും, അവർ കർത്താവിന് വേണ്ടി നിൽക്കും, അവർ അഭിഷേകമുള്ളവരായിരിക്കും, അവര് തല ഉയർത്തുന്നവരായിരിക്കും. കണ്ണുനീരിൻ്റെ തലമുറ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവർ ഉഷ്ണം തട്ടുമ്പോൾ വാടിപ്പോകത്തില്ല, അവർ ബലഹീനരായി പോകത്തില്ല, അവരൊരിക്കലും തളർന്നു പോകത്തില്ല. കണ്ണുനീരിൻ്റെ തലമുറ. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നെങ്കിൽ ഞാൻ ആത്മനിയോഗത്തിലും വ്യക്തിപരമായ അനുഭവത്തിലും വിളിച്ചു പറയാ, തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ തലമുറ നശിക്കത്തില്ല. നിന്റെ തലമുറ വഴിയിൽ അലയത്തില്ല. ഉഷ്ണം തട്ടിയാൽ വാടത്തില്ല. വിശ്വസിച്ച് ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടൂ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടൂ. അവർ വാടിപ്പോകത്തില്ല, അവർ വാടത്തില്ല, അവർ ഉയരും. അത് വിശ്വസിച്ച് പറയാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ച് സ്തോത്രം പറ. മിണ്ടാതിരുന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറ ഇങ്ങനെയൊക്കെ അങ്ങ് അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിട്ടും വളരണം. ഒരു പടിയുടെ ഞാൻ കൂട്ടിപ്പറഞ്ഞാൽ, പടർന്നപ്പോൾ ശൗമേലിനെ കുറിച്ച് പറഞ്ഞത് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ശൗമേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്താ പോകുന്നത്. അപ്പൊ വളർന്നുകൊണ്ടിരുന്നപ്പം മുഴുവൻ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എങ്ങനായിരുന്നു? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നു. നമ്മുടെ തലമുറകൾ ആ നിലകളിലായി വരട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളാകട്ടെ. പക്ഷെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു പദമുണ്ട്, ഇനിയും പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ആരും ബൈബിൾ മുഴുവൻ തപ്പണമെന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്കുണ്ട്. ഈ ചിന്തയെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ 26-ാമത്തെ വാക്യം 2 Kings chapter 19 verse 26 അതിങ്ങനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച വയലിലെ പുല്ല്, പുരപ്പുറങ്ങളിലെ പുല്ല് വളരും മുൻപേ കരിഞ്ഞുപോയ ധാന്യം. 2 പദങ്ങൾ മാത്രം ഞാൻ എടുക്കാം. 1-2 പദങ്ങൾ. പുരപ്പുറത്തെ പുല്ല്. ആയുസ് എത്രയേ ഉള്ളൂ? ഇത് വളരുവോ? ഇത് വളരത്തില്ല. പുരപ്പുറത്തെ പുല്ല് വളരത്തില്ല. അയ്യോ, വളരും മുൻപേ കരിഞ്ഞു പോകും. ഇന്ന് പകൽ നിന്റെ വേര് വെള്ളമുള്ളിടത്തേക്ക് ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ, വെള്ളമുള്ളിടത്തേക്ക് വേരിറങ്ങുന്നില്ലെങ്കിൽ താൽക്കാലികമായി പോകും. പുരപ്പുറത്തെ പുല്ലുപോലെ വളരും മുൻപേ കരിഞ്ഞുപോയ ധാന്യം പോലെ. അതിനുള്ള റെമഡിയാണ്, അതിനുള്ള പ്രതിവിധിയാണ്. വേര് എങ്ങോട്ട് പോകണം? വേര് വെള്ളത്തിൻ്റെ അരികിലേക്ക് പോകണം. വേര് വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കൂ? പിതാവേ, എൻ്റെ കുഞ്ഞ്, എൻ്റെ തലമുറ, ദൈവമേ, അവരുടെ വേര് ആഴങ്ങളിലേക്ക് പോകട്ടെ. അവരുടെ വേര് വെള്ളത്തിനരികിലേക്ക് പോകട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യത്തിലേക്ക് എൻ്റെ കുഞ്ഞ് പോകട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യത്തിലേക്ക് എൻ്റെ കുഞ്ഞ് ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് അവർ പടരട്ടെ, അവർ പന്തലിക്കട്ടെ, വേര് പടരട്ടെ, വെള്ളത്തിനരികത്തേക്ക് പടരട്ടെ.
ഞാൻ വളരെ ഭയത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഭക്തനായ അയ്യോബിൻ്റെ ചരിത്രമൊന്ന് ഞാൻ പറയുമ്പോൾ തനിക്കൊരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. താൻ പറഞ്ഞു, എൻ്റെ മക്കൾ എവിടെ ഇരിക്കട്ടെ, മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. 1-ാം അധ്യായം 5-ാം വാക്യം എല്ലാവരും ബൈബിൾ എടുക്കണം. ഈ അധ്യായം എല്ലാവരും ഒന്നെടുക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആ വാക്യം വായിച്ചിട്ട് ഞാൻ മറ്റൊന്ന് രണ്ട് ചിന്തകൾ ദൈവസന്നിധിയിൽ ഓർപ്പിക്കാം. എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. നല്ലൊരു പിതാവ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ, മക്കൾക്ക് വേണ്ടി യാഗം നടത്തുന്ന ഒരു അപ്പൻ എപ്പോഴൊക്കെയായിരുന്നു? ഓശാന ഞായറാഴ്ചയല്ല, പിന്നെ ദുഃഖവെള്ളിയാഴ്ചയല്ല, ഇങ്ങനെ എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. എന്ത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചിലവിടുന്നു. ഒരു ചിന്ത ഞാൻ പറയാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ ഒന്നും കരുതി വെച്ചില്ലേലും, 1 രൂപ പോലും കരുതി വെച്ചിട്ടില്ലെങ്കിലും, ഒരൊറ്റ സമ്പാദ്യം ഒരുക്കിയിട്ടില്ലെങ്കിലും അവരേക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് കരുതിക്കൊള്ളു. കാരണം ദൈവം കുറിച്ചു വച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള ആത്മനിയോഗങ്ങൾ. സ്തോത്രം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കയ്യിൽ ഒന്നുമില്ലെന്ന് കരുതി, ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഒന്നും വേണ്ടവണ്ണം കുഞ്ഞുങ്ങളെ ആക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ഈ ദൂതൊന്ന് ഏറ്റെടുത്ത് മനസ്സ് തുറന്നൊന്ന്, കർത്താവേ, എൻ്റെ വേര് വാടിപ്പോകുന്നതിന് മുൻപേ ആഴത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കി ഒരു പുതിയ പച്ചപ്പ് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഇയ്യോബ് പറഞ്ഞതുപോലെ നിന്റെ വേര് ഇന്ന് പടരുന്ന ഒരു ദിവസമായിട്ട് മാറും. യേശുവിൻ്റെ നാമത്താൽ. സമയപരിമിതിയിൽ വിശദമാക്കുന്നില്ല. 49 ഉൽപ്പത്തിയിൽ അതെ യോസേഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പടരാൻ സാധ്യതയൊന്നുമില്ലെങ്കിലും പടർന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവൻ പടരും, അവൻ്റെ വേര് പടരും, അത് തളിർക്കും. ഒരിക്കലും പുൽപ്പുറത്ത് അതെ ആ കിളിർത്തു വരുന്ന ചെടി പോലെ അല്ല, വളരും മുമ്പേ കരിഞ്ഞുപോയ ചെടി പോലെ അല്ല. ആരെങ്കിലും ഇന്ന് പകൽ അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, വളർച്ചയില്ലാതെ കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവ് വളർച്ച തരാൻ മതിയായവൻ, അനുഭവങ്ങളെ നൽകിത്തരാൻ മതിയായവേ, അവർക്ക് മാന്യതകൾ ഒരുക്കുവാൻ മതിയായവേ. വിശ്വസിച്ച് സ്തോത്രം പറയുന്ന എത്ര പേരുണ്ട്? ആ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാമോ? എന്നോടാ കർത്താവ് പറയുന്നത്, എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എൻ്റെ കുഞ്ഞിനൊരു വളർച്ചയുണ്ട്, എൻ്റെ തലമുറയ്ക്കൊരു വളർച്ചയുണ്ട്. അവരുടെ വേര് ആഴത്തിലേക്ക് ഇറങ്ങും. ഈ ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. തലമുറകൾ നോക്കി വിളിച്ചു പറ, അവർ പടരും, അവരുടെ വേര് പടരും. പ്രതികൂലങ്ങൾ വിഷയമല്ല, പ്രതിസന്ധികൾ വിഷയമല്ല. എൻ്റെ കുഞ്ഞ് വളരും. സ്തോത്രം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞോണോ? അതുപോലെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഈ ആരാധന ഒരു ദൈവപ്രവൃത്തി കർത്താവ് അയക്കുന്നു. ഈ ആരാധന ദൈവമഹത്വം അയക്കുന്നു. തലമുറകളുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവര് പടരണം, അവര് പൂക്കണം, അവര് കായ്ക്കണം. യേശുവിന്റെ നാമത്തിൽ വേരുകൾക്ക് ബലം പ്രാപിക്കുന്ന പകലാകട്ടെ. വേരുവാടിയ സകലതും തീർന്നു കേട്ടോ. ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ചിലതൊക്കെ ഉണങ്ങി നിൽക്കുക, ചിലതൊക്കെ കരിയാറായി നിൽക്കുക.
പുൽപ്പുറത്ത് കൊളുത്ത ചെടി പോലെ നിൽക്കുക. യെസ്, ചിലത് അതെ വാടിപ്പോകുന്ന പോലെ നിൽക്കുകയാണ്. വളരും മുൻപ്, അനുഭവം വരുന്നതിന് മുൻപ് കരിഞ്ഞു പോയ പോലെ നിൽക്ക്. സഭയെ ഉണരട്ടെ, പിതാവെ ഉണരട്ടെ, മാതാവെ ഉണരട്ടെ. ഇത് നിങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഉണരാൻ എത്ര പേര് തയ്യാറാകുന്നു? കരിഞ്ഞു പോകുന്നതിന് മുന്നേ, ഉണങ്ങി പോകുന്നതിന് മുന്നേ വെള്ളം അന്വേഷിക്കട്ടെ, പായ അന്വേഷിക്കട്ടെ. വെള്ളത്തിനരികത്തേക്ക് തലമുറയും കൊണ്ട് വാ. യേശു കർത്താവിന്റെ നാമത്താൽ ഇപ്പോഴും വെയിലേറ്റാൽ വാടിപ്പോകല്ലേ? വളരും മുൻപേ കരിഞ്ഞു പോകുന്ന അനുഭവമല്ലേ? പുരപ്പുറത്ത് നട്ടിരിക്കുന്ന അല്ലെങ്കിൽ പുരപ്പുറത്ത് കിളിർത്തു വന്ന ചെടി പോലല്ലേ നിൽക്കുന്നത്? വാടിപ്പോകരുത്. ഒരു ഉണർവിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? വെള്ളത്തിനരികത്തേക്ക് ഇറങ്ങട്ടെ. ഈ ചിന്തയുടെ സമാപനമായി എഫെസ് ലേഖനത്തിൽ നിന്ന് 4-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത്തിരി വിശദമാക്കേണ്ട 1-2 ഭാഗങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ഇന്ന് വേഗത്തിൽ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെടുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. എഫെസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. തെറ്റിച്ചു പോകുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചേ, പുതിയ നിയമത്തിൽ ഇതിന് വിളിച്ചിരിക്കുന്ന പേരാണ് ശിശുക്കൾ. വളർച്ചയില്ലാതെ നിൽക്കുന്നവർക്ക്, പടരാതെ നിൽക്കുന്നവർക്ക് വിളിച്ചിരിക്കുന്ന പേരാണ് ശിശുക്കൾ. അപ്പം അവരവർക്ക് തന്നെ അറിയാം ഇപ്പം ശിശുവാണോ മുതിർന്നതാണോന്ന്. വളർച്ച ഉണ്ടെങ്കിൽ ശിശുവല്ല. ഇപ്പോഴും ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലയുന്നെങ്കിൽ ഇപ്പോഴും ആരാ? കൊല്ലം എത്രയായി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോഴും ഒരന്യഭാഷ പോലും പറയാൻ കഴിയുന്നില്ലെങ്കിൽ എവിടാ നിൽക്കുന്നേ? ഹലോ, എവിടാ? ശിശുവാ. ഇപ്പോഴും ആത്മാവിൽ ആരാധിക്കാതെയും ഇപ്പോഴും ദൈവകൃപയിൽ മുന്നേറാതെ പ്രയോജനമില്ലാതെ നിൽക്കുന്നെങ്കിൽ, കാറ്റിനാൽ അലയുന്നെങ്കിൽ, ബൈബിൾ അവർക്ക് ഇട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? ശിശു. അയ്യോ, 50 വയസ്സായിട്ടും വളർച്ചയില്ലാതിരുന്നാൽ, മാനസിക വളർച്ചയില്ലാതിരുന്നാൽ നമ്മൾ പറയും കൊച്ചു കുഞ്ഞിൻ്റെ സ്വഭാവമാണ്. വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് 50 കൊല്ലമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 50 കൊല്ലമായാലും 5 കൊല്ലമായാലും 1 കൊല്ലമായാലും ആത്മീക വളർച്ചയുണ്ടാകണം. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഇന്ന് പകൽ ശിശു വളരത്തില്ല. സ്തോത്രം. പിന്നെ എങ്ങനെ വളരും? അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിച്ചേ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ. അപ്പൊ എവിടെ വരെ വളരണം ദൈവപൈതല്? എവിടെ വരെ വളരണം? ഹലോ, എവിടെ വരെ വളരണം? ക്രിസ്തു എന്ന തലയോളം പടർന്നു വളരണം. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കണം, ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കണം, വളരണം. എവിടെ വരെ വളരണം? ഹലോ, വളർന്നിട്ടുണ്ടോ? വളർന്നോ? വളർച്ച വല്ലതും ഉണ്ടോ? അപ്പോൾ ഇപ്പോഴും ആരാ? ഞാൻ സമയമില്ലെങ്കിൽ ഒരു ചിന്ത പറയാതിരിക്കാൻ കഴിയത്തില്ല. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഒത്തിരി വാക്യമുണ്ട്, 2-ാം അധ്യായം പ്രത്യേകിച്ചുണ്ട്. എന്നാൽ ഒറ്റ പദം മാത്രം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ,
നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. കൊരിന്ത്യ സഭയോട് വിശേഷാൽ ഓർപ്പിക്കുന്നു. അവർ വലിയ വളർച്ചയാണെന്നാ പറയുന്നത്, വലിയ വളർന്ന് പടർന്ന് പന്തലിച്ചെന്നാ പറയുന്നത്. പക്ഷെ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെ അല്ല, പിന്നെ ജഡീകന്മാരെന്ന പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയരല്ലാത്തവർക്ക് ഇട്ടിരിക്കുന്നൊരു പേരാണ് ജഡീകന്മാരായ ശിശുക്കൾ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വളർച്ചയില്ല എന്ന് പറഞ്ഞാൽ ജഡീകന്മാർ രക്ഷിക്കപ്പെട്ടവരാണോ? ആണോ? ജഡീകന്മാർ രക്ഷിക്കപ്പെട്ടവരാണോ? ആന്നച്ചാ, അവർ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ പിന്നെ എന്ത് ചെയ്യാണ്? വളർച്ചയില്ലാന്ന്. പ്രാകൃതന്മാരാണ് രക്ഷിക്കപ്പെടാത്തവർ. പ്രാകൃതന്മാരുണ്ട്, ജഡീകന്മാരുണ്ട്, ആത്മീയരുണ്ട്. ശ്രദ്ധിച്ചേ, ആത്മീയൻ വളരും, ആത്മീയൻ പടരും, ആത്മീയൻ പൂക്കും, ആത്മീയന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവരുടെ തലമുറ പടരും, വളരും. ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം തോന്നിയ മുട്ടുകുത്തി നിന്ന് ആരാധിച്ചോണം, എന്നെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം, തലമുറ പടരും. ജീവിതത്തിൽ തോൽവി എന്ന് തോന്നിയാൽ മുട്ടുകുത്തി ആരാധിച്ചോണം, പടരും. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെ അല്ല, പിന്നെ അയ്യോ ക്രിസ്തുവിൽ ശിശുക്കളായവരോട്. ഇപ്പൊ ശിശുവിന്റെ പ്രത്യേകത എന്താ? പ്രായം കൊണ്ട് മുതിർന്നവരാ, പക്ഷേ ആത്മീയത്തില് അവര് വളരത്തില്ല, അവര് വളരത്തില്ല. എന്നാൽ നമുക്ക് ആവശ്യം ഒരു വലിയ വളർച്ചയാണ്. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് വളരണം, എൻ്റെ വേര് പടരണം, അത് ക്രിസ്തുവിനോളം വളരണം, ക്രിസ്തു എന്ന തലയോളം വളരണം. എത്ര കുഞ്ഞുങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരമുയർത്താമോ? പാസ്റ്റങ്ങളെ, എനിക്ക് വളരണം, എനിക്ക് വളരണം, എനിക്ക് വളരണം. കുഞ്ഞുങ്ങൾ പറയാറുണ്ടല്ലോ, എനിക്ക് പപ്പയേക്കാൾ എന്ത് വേണം? പൊക്കം വയ്ക്കണം, എനിക്ക് പപ്പയേക്കാൾ വണ്ണം വയ്ക്കണം, അമ്മയേക്കാൾ എനിക്ക് വളരണം. ഇന്ന് പകലൊരു ചിന്ത ഞാൻ നൽകി തരുന്നു. ശിശുവായിട്ടിരിക്കാതെ ആത്മീയത്തിൽ നിങ്ങൾ വളരണം. അതിന് വേരാഴത്തിലിറക്കട്ടെ, വേര് പടരട്ടെ, ആത്മനദിയിലേക്ക് ഇറങ്ങട്ടെ, പരിശുദ്ധാത്മ നദിയിലേക്ക് ഇറങ്ങട്ടെ. യേശു കർത്താവിൻ്റെ നാമം ഉയരട്ടെ. കണ്ണുകളടച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകലൊന്ന് പടരണം, ഇന്ന് പകലൊന്ന് വളരണം, പടർന്ന് വളരണം. വെള്ളത്തോളം പടർന്നു ചെല്ലണം, വെള്ളത്തോളം പടർന്നു എന്ന് ഒരു പുതിയ ജീവനുണ്ടാകണം. വേര് വെള്ളത്തോളം പടർന്നു ചെല്ലണം. ആഗ്രഹിക്കുന്നവരെന്ന് കരമുയർത്തിപ്പിടിച്ച്, എൻ്റെ വേര് പുറമെയുള്ളത് വാടിയാലും, പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചാലും, എൻ്റെ അകത്തെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചിട്ടില്ല, നാൾക്കുനാൾ ബലപ്പെടുകയാണ്. പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചാലും ഇന്ന് പകൽ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടെ. വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ, വേര് വെള്ളത്തിൻ്റെ അരികിലേക്ക് ഇറങ്ങട്ടെ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരമുയർത്തി പ്രാർത്ഥിച്ച് ചിലർ പടരാൻ പോവുകയാണ്. ചില കുടുംബങ്ങളിൽ പടരട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ശക്തമായി ഒന്ന് പടരട്ടെ, ശക്തമായി ഒന്ന് വേരടങ്ങട്ടെ, ശക്തമായി പെരപ്പുറത്ത് പോയി അതേ കിളിർത്ത് പെട്ടെന്ന് വാടിപ്പോകുന്ന അനുഭവമല്ല, കരിഞ്ഞു പോകുന്ന അനുഭവമല്ല, പിന്നെയോ ഫലം കായ്ക്കട്ടെ. ക്രിസ്തു എന്ന തലയോളം വളരട്ടെ, വേര് ആഴത്തിൽ ഇറങ്ങട്ടെ, വേര് ക്രിസ്തുവിൽ വേരൂന്നട്ടെ, ക്രിസ്തുവിൽ വേരൂന്നട്ടെ, ആഴത്തിൽ പടരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്താൽ, യേശുവിൻ്റെ നാമത്താൽ ആ കരമുയർത്തിപ്പിടിച്ച് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഭക്തൻ പറഞ്ഞതുപോലെ എൻ്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലും. പുറമേ ഒന്നുമില്ല, പുറമേ നോക്കിയാൽ ഒന്നുമില്ല, എല്ലാം പോയി.
എല്ലാം ക്ഷയിച്ചു പോയി. പക്ഷേ എൻ്റെ വേരിന് കോട്ടം തട്ടിയിട്ടില്ല, എൻ്റെ അടിസ്ഥാനത്തിന് കോട്ടം തട്ടിയിട്ടില്ല, എൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടില്ല. എൻ്റെ വിശ്വാസം ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലാണ് ഞാൻ വേരൂന്നിയിരിക്കുന്നത്. ഞാൻ പടരും, ഞാൻ വളരും. പരിശുദ്ധാത്മ നദിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് ആത്മാവിൽ ബലപ്പെടും. വിശ്വസിച്ച പേര് സ്തോത്രം പറയും. പിതാവേ, കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. തലമുറകളെ അനുഗ്രഹിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. ആത്മീക വളർച്ച പ്രാപിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്താട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.